റെഡി? റെഡി? രാഷ്ട്രപതിയാണോ വലുത്, ഉപരാഷ്ട്രപതിയാണോ വലുത്? 1, 2, 3, 4, 5, 6. രാഷ്ട്രപതിയാണോ വലുത്, ഉപരാഷ്ട്രപതിയാണോ? ഇത്രയും സൗണ്ടേ ഉള്ള. ഇനി പ്രധാനമന്ത്രിയാണോ വലുത്, ഉപപ്രധാനമന്ത്രിയാണോ വലുത്? ഉറപ്പ്? ഉപപ്രധാനമന്ത്രി അല്ല എങ്കിൽ ഉപജീവനമാണോ വലുത്, ജീവനമാണോ? അണ്ണന്മാര് ഉപജീവനത്തിന് പോയിരിക്കും. ഈ ടീമിന്റെ എല്ലാം അവിടെ ഇത് തന്നെ സംഭവിച്ചു. അവരും പറഞ്ഞു ജീവനമാണ് വലുത്, ഉപജീവനം ചെറുതാണ്. എന്നിട്ട് ചേച്ചി പറഞ്ഞ എന്തുവാ, എവിടെ പോയിരിക്കുന്നത്? അപ്പോൾ ചേച്ചി അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചു, സർ എന്താണ് ജീവനം? ആ നിമിഷം വരെ ഞാനും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനൊരു ചോദ്യം തിരിച്ചെന്നോട് ചോദിക്കുമെന്ന്. ഇതെല്ലാം ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ അവരോട് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത പറഞ്ഞു, ചേച്ചി എന്തിനാണ് ജീവിക്കുന്നതെന്ന്, എന്തിനാണ് മക്കളുണ്ടായതെന്ന്, എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് ഒരു സ്ഥലത്തിരുന്ന് അകത്തേക്ക് ചോദിക്കുന്ന ചോദ്യത്തിനെയാണ് ജീവനമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉൾപ്രേരണ തോന്നുന്ന സംഭവം വരികയാണ്, ഒരു കൈയടിയൊക്കെ തരാം കേട്ടോ, ഒരു കൈയടിയൊക്കെ തരാം. പറഞ്ഞിട്ടും അടിച്ചിട്ടില്ല. പല സ്ഥലത്തുനിന്നും ഞാൻ ഇതുപോലുള്ള നാണം കെട്ട കൈയടികൾ മേടിക്കാറുണ്ട്. കാരണം പറഞ്ഞിട്ട് കിട്ടുന്നതിന് വല്ല വിലയുണ്ട്. നിങ്ങൾ ചത്തതിന് മുമ്പേ ജീവിച്ചിരി മരിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും നിങ്ങൾ വരാത്തവരല്ലേ അതിൽ നല്ലത്. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടും നിങ്ങളുടെ ചിന്ത പല സ്ഥലത്തോട് ഉഴറുക. നിങ്ങളുടെ പിള്ളേര് ഈ ടീച്ചർമാരുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കണക്ക് തന്നെ നിങ്ങളും ഇരിക്കുന്നത്. കണ്ണും കാതും എല്ലാം ടീച്ചറിനെ നോക്കി ഇങ്ങനെ ഇരിക്കും. മനസ്സ് ടിക്കറ്റ് എടുത്ത് വീഗാലാൻഡിൽ. സത്യമല്ലേ? സ്വർണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിലുണ്ടെങ്കിൽ, ഈ ടീച്ചർമാര് പഠിപ്പിക്കുമ്പോൾ അവർ ക്ലാസ്സിലുണ്ടെങ്കിൽ, അവര് വീട്ടിലിരുന്ന് പഠിക്കുന്നത് 2 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ പഠിച്ചാൽ മതി. യെസ് ഓർ നോ ടീച്ചേഴ്സ്? ഈ ടീച്ചർമാര് ചങ്ക് പൊട്ടി അവർ പഠിപ്പിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. ഇവരുടെ ക്ലാസ്സിലിരിക്കുന്നവർ ആ ഇരിക്കുന്ന സമയത്ത് വിചാരിക്കും ട്യൂഷൻ സെന്ററിൽ പോയി പഠിക്കാം, ഇതെല്ലാം അവിടെ പഠിപ്പിക്കുമല്ലോ. അവിടെ പഠിപ്പിക്കുമ്പോൾ അവിടെ ചില തരികിട കേസുകളൊക്കെ ഉണ്ടാവും. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും ട്യൂഷന് പോകുന്നത് തന്നെ. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് വിചാരിക്കും, എന്ത് വിചാരിക്കും? സ്കൂളിൽ പഠിപ്പിക്കുമല്ലോ, ഇത് സ്കൂളിൽ പഠിപ്പിക്കുമല്ലോ. അപ്പം നമ്മുടെ ഈ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്നത് 2 ഇടത്തുനിന്ന് അവർക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്കുണ്ട് 2 മക്കൾ. ഇപ്പം നിങ്ങൾ പലരും കൂടെ ആലോചിക്കുക, ഇയാൾ കല്യാണം കഴിച്ചതാണ്, ഭാര്യ എവിടെയായിരിക്കും, മക്കൾ എത്ര പേരുണ്ട്. ഞാനിത് ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മുഖത്ത് വിരിയുന്ന എനിക്ക് കാണാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. ഒരാൾ +2 പഠിക്കുന്നു, ഇപ്പോൾ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു. ഒരാൾ 7ാം ക്ലാസ്സിലേക്ക് കയറി. ഭാര്യ ഒരു ടീച്ചറാണ്. ഞാൻ എന്തിനാണ് പിറവിയെടുത്തതെന്ന് തിരിച്ചറിഞ്ഞ് അന്ന് ജോലി ഉപേക്ഷിച്ച ആളാണ്. കൈയടിയില്ല, കോപ്പുമില്ല. ഇനി നാണം കെട്ടാടി അടിക്കരുത്, നാണം കെടുത്തരുത്. നിങ്ങളിപ്പോ ഒന്നും തന്നില്ലേലും വേണ്ട, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അടിക്കരുത്. നിങ്ങൾ അകത്തുനിന്ന് ഇത് വരണം. ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണം കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകാവോ? റെഡി? ഒന്നും കാണത്തില്ല അവന്മാർക്ക്. കാരണം നിങ്ങളുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവര് നിങ്ങളെ പോലെ ആവണോ, വേറുള്ളവരെ പോലെ ആവണോ? ഇത്രയും നേരം ഞാൻ എന്റെ തൊണ്ട പൊട്ടി പറഞ്ഞിട്ട് പോലും നിങ്ങൾ കൈയടിക്കുന്നവരെന്ന് പറഞ്ഞ് അടിക്കത്തില്ല. അങ്ങനെ എന്റെ ചെലവ് നീ സൂഹിക്കണ്ട. ഇതാണ് നമ്മുടെ എല്ലാ മനോഭാവം. നമ്മുടെ എല്ലാ മനോഭാവം ഇങ്ങനെയാണ്. എൻ്റെ ചെലവിൽ അങ്ങനെ ആരും സൂഹിക്കണ്ട. പിന്നെ ചിലരൊക്കെ ലയിച്ചിരിക്കുന്നതുകൊണ്ട് കൈയടിക്കാൻ മറന്നു, ശരിയാണ്. ചിലരിങ്ങനെ ഇനി അടുത്ത് എന്താ പറയുന്നതെന്ന് നോക്കിയിരിക്കുന്നതുകൊണ്ട് കൈയടിക്കാൻ വിട്ടു. യെസ് ഓർ നോ? ഞാനൊന്ന് പൊങ്ങിക്കോട്ടെ.